മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വോട്ടവകാശത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് എഴുതിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് 30 ലക്ഷം പ്രവാസികളുണ്ടെന്നും ഈ വോട്ടിംഗ്, തപാൽ വോട്ടിംഗ്, എംബസി വഴി വോട്ടിംഗ് എന്നിവ പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ കെ സൈനുലാബ്ദീനാണ് കത്തെഴുതിയിരിക്കുന്നത്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതിനായി തപാൽ വോട്ട്, ഇ വോട്ട്, എംബസി വഴിയുള്ള വോട്ട് തുടങ്ങിയ രീതികളെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ആലോചിക്കണം. നിയമ പോരാട്ടങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 30 ലക്ഷത്തിലധികം പ്രവാസികളുണ്ട്. രാജ്യവ്യാപകമായി ഇതിൻ്റെ എണ്ണം കോടിക്കണക്കായി വരും. ഇവരെ വോട്ടവകാശത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഉചിതമല്ല. PS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം 30 ലക്ഷം പ്രവാസികൾ ഉണ്ട് എന്നതാണ് കണക്ക് ഏകദേശം. ഇത് പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ്? വിനിത, പ്രവാസികളാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ല് എന്ന് പറയുമ്പോഴും ഈ പ്രവാസികൾ ജനാധിപത്യ സമ്പ്രദായത്തിന് പുറത്ത് അല്ലെങ്കിൽ വോട്ടവകാശം ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ പ്രവാസത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവാസത്തിലായിരിക്കുമ്പോൾ, വിദേശത്തായിരിക്കുമ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകണം എന്നുള്ളതാണ് നേരത്തെയുള്ള പ്രവാസി സംഘടനകളുടെയും ലീഗിൻ്റെയും ഒക്കെ ആവശ്യം. ആ ആവശ്യം ഇത്തവണയും ലീഗ് ഉന്നയിക്കുന്നു. ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള സൈനുലാബ്ദീൻ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയിട്ടുണ്ട്. അതേസമയം തന്നെ നിയമ നടപടികളുമായി സുപ്രീം കോടതിയിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോവുകയുമാണ്. ലീഗിനും മാത്രമല്ല മറ്റ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവാസി വോട്ടവകാശം നൽകണമെന്ന അഭിപ്രായമുണ്ട്. 30 ലക്ഷത്തോളം വോട്ടർമാർ പ്രവാസികളായിട്ടുണ്ട്. അവർക്ക് തപാൽ വോട്ടോ, ഇ വോട്ടിങ്ങോ, എംബസി വഴിയുള്ള വോട്ടിങ്ങോ നൽകണമെന്നാണ് ആവശ്യം. ശരി, VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.